بسم الله الرحمن الرحيم رب زدني علما. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه الفائزين أهل الصدق والوفاء. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ അധ്യക്ഷർ ഉസ്താദ് പുലിപ്പാറ സുലൈമാൻ മൗലവി അവർകളെ, ഈ സദസ്സിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ഉസ്താദ് പുലിപ്പാറ റഹ്മത്തുള്ള മൗലവി അവർകളെ, ഷെയ്ഖുന താജുൽ ഉലമയുടെ ആദ്യകാല ശിഷ്യരിൽപ്പെട്ട ബഹുവന്ദരായ കൊച്ചി ഉസ്താദ് അവറുകളെ, ഷെയ്ഖുന താജുൽ ഉലമയുടെ ശിഷ്യരിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സമദ് മൗലവി ആറ്റിങ്ങൽ അവറുകളെ, മറ്റ് ഈ സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, മുത്തഅല്ലിമുകളെ, സുഹൃത്തുക്കളെ, ഷെയ്ഖുന താജുൽ ഉലമാഇ വ ഖുദ്വത്തുൽ മുഹഖഖീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ 40ാം ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് ജാമിഅ വഹബിയ അറബി കോളേജിൽ പഠിച്ചു ബിരുദമെടുത്ത വഹബികളുടെ കൂട്ടായ്മയാകുന്ന മൗഹിബ ഓരോ ജില്ലകളിലും ഷെയ്ഖുന താജുൽ ഉലമയുടെ നിയോഗത്തെയും ദൗത്യത്തെയും കുറിച്ച് വർത്തമാന തലമുറയെയും വരും തലമുറയെയും തെറ്റിപ്പെടുത്തുവാൻ ഈ 40ാം ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ല മൗഹിബ സംഘടിപ്പിച്ച ഷെയ്ഖുന താജുൽ ഉലമ സ്മൃതി സദസ്സാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം സമാപനം ഫെബ്രുവരി 27, 28, 29 തീയതികളിൽ വണ്ടൂരിൽ നടത്തപ്പെടുകയാണ്. 27, 28 തീയതികളിൽ 2 ദിവസവും പൂർണ്ണമായും സെമിനാറുകളാണ് നടത്തപ്പെടുന്നത്. ആ സെമിനാറുകളിലെ പഠന വിഷയം ഷെയ്ഖുന തന്നെയാണ്. ഷെയ്ഖുനയെ വർത്തമാന തലമുറയ്ക്കും വരും തലമുറയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത ഷെയ്ഖുനയെ അറിയുന്ന ഓരോരുത്തർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുനയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വണ്ടൂരിൽ നടക്കുന്ന 40ാം ഉറൂസ് മുബാറക്കിന്റെ സമാപന പരിപാടികളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നവരൊക്കെയും പരമാവധി പങ്കെടുക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിരുവനന്തപുരം ജില്ല മൗഹിബയുടെ ഈ എളിയ സംരംഭം സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഷെയ്ഖുന താജുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം 20ാം നൂറ്റാണ്ടിൽ കേരളം കണ്ട നിസ്തുല ആലിമും മുഫ്തിയുമാണ് ഷെയ്ഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 20ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ ചരിത്രാന്വേഷകർക്ക് ഇസ്ലാമിക രംഗത്ത് ഏറെ കുറിക്കേണ്ടി വരുന്ന നാമം ഷെയ്ഖുന താജുൽ ഉലമ റളിയല്ലാഹു അൻഹുവിന്റേതായിരിക്കും.
കരിമ്പനക്കൽ കുടുംബത്തിൽ ധിഷണയും ആർജവവുമുള്ള പോക്കർ മുസ്ലിയാരുടെ പുത്രനായി 20-ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് പ്രാരംഭത്തിൽ അഥവാ 1906 ജനിച്ച് 1985 വഫാത്തായ ഷെയ്ഖുന താജുൽ ഉലമ അനുപമവും അസാധാരണവുമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു. അസാധാരണ വ്യക്തിപ്രഭാവം ശൈശവം മുതൽക്കു തന്നെ ഷെയ്ഖുനായിൽ ദർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഷെയ്ഖുനാക്കു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാതാപിതാക്കളും കുടുംബവും മുതൽ ഓരോ സ്റ്റെപ്പിലും അല്ലാഹുവിന്റെ പ്രത്യേകമായ കനിവും കാരുണ്യവും ഉദക്കവും കാണുവാനാകും. ഏതുപോലെ എന്ന് വെച്ചാൽ അമ്പിയാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ മാന്യമായ ആദരവുറ്റ കുടുംബത്തിൽ നിന്നുമാവുക, ജീവിതത്തിന്റെ ഓരോ ദശയിലും ഉളവാകുന്ന ചാപല്യങ്ങളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും മുക്തമാകുക, പ്രവാചകത്വത്തിനു മുമ്പേ സംശുദ്ധ ജീവിതവും പാപ സുരക്ഷിതത്വവും നൽകുക എന്നിങ്ങനെയുള്ള മഹത്തായ ഔദാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുന്നത് പോലെ അവരുടെ അനന്തരഗാമികളായ ആലിമുകളെയും അനുയോജ്യമായ സവിശേഷ ഗുണങ്ങൾ കൊണ്ട് ആദരിക്കുക എന്നത് അല്ലാഹുവിന്റെ ഒരു പതിവ് സമ്പ്രദായമാണ്. ഷെയ്ഖുന താജുൽ ഉലമായുടെ കാര്യത്തിൽ ഇത്തരം സവിശേഷ ഗുണങ്ങൾ തെളിഞ്ഞു തന്നെ കാണാം. പിറന്നതു മുതൽ വിദ്യാർത്ഥിയായിരുന്ന ബാല്യത്തിലും കൗമാരത്തിലും അധ്യാപനത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമെല്ലാം അല്ലാഹുവിന്റെ പ്രത്യേക പരിഗണനയും സവിശേഷ അനുഗ്രഹവും ഷെയ്ഖുന താജുൽ ഉലമാക്കുണ്ടായിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന വരം ലഭിച്ചവരെ പോലെ കാലെടുത്തു വച്ച ഏതു രംഗത്തും അസാമാന്യമായ കഴിവും മികവും പുലർത്തുക എന്നത് ഷെയ്ഖുന താജുൽ ഉലമായുടെ സവിശേഷതയാണ്. 50 വയസ്സുവരെ മറവി എന്തെന്ന് ഷെയ്ഖുനാക്ക് തസവ്വുറായിരുന്നില്ല എന്ന് ഷെയ്ഖുന തന്നെ പറയാറുണ്ടായിരുന്നുവത്രേ. ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഷെയ്ഖുനാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകിയ അസാധാരണത്വം പെട്ടെന്ന് ഏവർക്കും ബോധ്യമാകുന്നതാണ്. ഷെയ്ഖുന താജുൽ ഉലമ ഒരു സമ്പൂർണ്ണ ആലിമായിരുന്നുവെന്ന് ഉലമാക്കളെല്ലാം സാക്ഷീകരിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇൽമനുസരിച്ചു അമൽ ചെയ്തിരുന്ന പണ്ഡിത ശ്രേഷ്ഠരായ ഷെയ്ഖുന താജുൽ ഉലമയിൽ ഇൽമിന്റെ സദ്ഗുണ സദ്ഫലങ്ങളെല്ലാം സമ്മേളിച്ചിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ, മൻ അമില ബിമാ അലിമ വറസഹുല്ലാഹു ഇൽമ മാ ലം യഅലം. ഒരാൾ ആലിമാവുകയും തന്റെ ഇൽമനുസരിച്ചുള്ള ബാധ്യതകൾ നിറവേറ്റി പ്രവർത്തിക്കുകയും ചെയ്താൽ താൻ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിവ് അല്ലാഹു അയാൾക്ക് അനന്തരമാക്കി നൽകുമെന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഷെയ്ഖുന താജുൽ ഉലമയുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ ഈ മഹത്തായ ആദരം വലിയ അളവിൽ ലഭിച്ചിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർക്കെല്ലാം ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. എന്തുകൊണ്ടെന്നാൽ പഠനത്തിലും വായനയിലും കാണാത്ത, കിതാബുകളിൽ വിവരിക്കാത്ത ശരിയായ എത്രയെങ്കിലും ജ്ഞാനങ്ങൾ ഷെയ്ഖുന താജുൽ ഉലമായുടെ മൊഴികളിൽ ഉണ്ടായിരുന്നു. പുതിയ പുതിയ ചോദ്യങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും ഉയരുന്നതിനനുസരിച്ച് വളരെ ഫിറ്റായ മറുപടികൾ ഷെയ്ഖുന താജുൽ ഉലമ നൽകാറുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചതുപോലെ ഇൽമനുസരിച്ചു കടമകൾ നിറവേറ്റി പ്രവർത്തിച്ചപ്പോ ഷെയ്ഖുന താജുൽ ഉലമാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദാനമായിരുന്നു. ഷെയ്ഖുന താജുൽ ഉലമ തന്നെ സ്വദഖത്തുല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ ദാനമാണല്ലോ. അള്ളാഹുവിന്റെ മഹത്തായ ദാനമെന്നു പേര് ശുദ്ധിച്ച ഷെയ്ഖുന താജുൽ ഉലമാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമനുസരിച്ച് പ്രവർത്തിച്ചപ്പോ താജുൽ ഉലമാക്ക് ഔദാര്യമായി ദാനമായി നൽകിയതായിരുന്നു ഈ ഇൽമുകളെല്ലാം. അങ്ങനത്തെ ഷെയ്ഖുന താജുൽ ഉലമാക്ക് ഒരുപാട് കറാമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇമാമുകളുടെയും മഹാഗുരുക്കളുടെയും ഷെയ്ഖുന താജുൽ ഉലമയുടെയും ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് അവരുടെ സംശുദ്ധമായ ജീവിതം തന്നെയാണ്. ചപല വികാരങ്ങളിൽ പെടാതെ
ദുനിയാവിന്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങാതെ, പടപ്പുകളുടെ പ്രകോപനങ്ങൾക്ക് വശംവദരാകാതെ പാണ്ഡിത്യത്തിന്റെ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ച് ജീവിക്കാനാവുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അപൂർവത്തിൽ അപൂർവമായി മാത്രം നൽകുന്ന ആദരവാണ്. ജീവിതത്തിലെ ഈ ആദരവും ഈ ഇസ്തിഖാമത്തുമാണ് ഏറ്റവും വലിയ കറാമത്ത്. ഈ വലിയ കറാമത്ത് അല്ലാഹു ശൈഖുനാ താജുൽ ഉലമാക്ക് നൽകി ആദരിച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരും അതേ മാനസരായ പണ്ഡിതന്മാരിലും ഇത് അത്ഭുതം ജനിപ്പിക്കാത്തതുകൊണ്ട് അവർ ഇതിനെ കറാമത്തായി കാണുകയില്ല. എന്നാൽ ഏറ്റവും മഹത്തായ വലിയ കറാമത്ത് സംശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഈ കറാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുനാ താജുൽ ഉലമാക്ക് വലിയ അളവിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഏവരിലും അത്ഭുതം ജനിപ്പിക്കുന്ന നിരവധി കറാമത്തുകളും ശൈഖുനാ താജുൽ ഉലമയുടെ ജീവിതത്തിലുടനീളം പ്രകടമായിട്ടുണ്ട്. അനുഭവസ്ഥരായ വ്യക്തിത്വങ്ങൾ ആ കറാമത്തുകൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുമുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ശൈഖുനാ താജുൽ ഉലമയെ ദാനമായി ലഭിച്ച നാം കേരളീയർ പൊതുവെ ഭാഗ്യവാന്മാരാണ്. യമനിൽ നിന്ന് വന്ന വിശ്വാസവും ജ്ഞാനവുമാണ് ഇവിടെ പരിലസിക്കുന്നത്. നമുക്കിത് പകർന്നു തന്നതും ഇവിടെ സത്യദീനിനെ വേരുറപ്പിച്ചതും യമനിൽ നിന്ന് വന്ന സയ്യിദുമാരും പണ്ഡിതന്മാരും മഖ്ദൂമുകളും തങ്ങന്മാരുമാണ്. പൊന്നാനി കേന്ദ്രീകരിച്ച് മഖ്ദൂമുമാരിലൂടെ നിലനിന്ന വൈജ്ഞാനിക വെളിച്ചം കെടുത്താനും പകരം പിശാച് കൊമ്പ് കാട്ടുന്ന നജ്ദിൽ നിന്ന് വന്ന കൂരിരട്ട് പരത്താനും ഹിജ്റയുടെ 14-ാം നൂറ്റാണ്ടിൽ അഥവാ AD 20-ാം നൂറ്റാണ്ടിൽ ഇവിടെ ശ്രമമുണ്ടായപ്പോൾ പൊന്നാനി വിളക്കുമായി ആ ഇരുട്ടിനെ ഭേദിക്കാൻ സതീരം മുന്നിൽ നിന്നത് ശൈഖുനാ താജുൽ ഉലമയാണ്. യമനിൽ നിന്ന് വന്ന വൈജ്ഞാനിക വെളിച്ചത്തിന്റെ തിരുശേഷിപ്പ് ഹിജ്റയുടെ 15-ാം നൂറ്റാണ്ടിൽ പ്രശോഭിച്ചതും ശൈഖുനാ താജുൽ ഉലമയിലൂടെ തന്നെയാണ്. ശൈഖുനാ താജുൽ ഉലമ ജീവിച്ച 8 ദശാബ്ദക്കാലവും ദീനീ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. ശൈഖുനാ താജുൽ ഉലമയുടെ 19-ാം വയസ്സിൽ രൂപീകൃതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40-അംഗ മുശാവറയിലെ 20-ാം നമ്പർ മുശാവറ മെമ്പറായാണ് ശൈഖുനാ ചേർന്നത്. വാഴക്കാട് ദാറുൽ ഉലൂമിൽ ശംസുൽ ഉലമ ഖുതുബി നവ്വറല്ലാഹു മർകദ മഹാനവറുകളുടെ ദർസിൽ ശൈഖുന പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സമസ്തയിൽ ചേരുന്നത്. അന്നു മുതലേ ദഅവത്തിന്റെ രംഗത്ത് ശൈഖുനാ താജുൽ ഉലമ സജീവമായിരുന്നു. വെല്ലൂർ ബാഖിയാത്തിൽ പഠിച്ച 2 കൊല്ലം ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലുണ്ടായിരുന്ന വർഷങ്ങളിലെല്ലാം ദീനീ ദഅവത്തിന്റെ രംഗത്ത് മുൻനിരയിൽ തന്നെ ശൈഖുനാ താജുൽ ഉലമ ഉണ്ടായിരുന്നു. 6 പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന ദർസും അധ്യാപനവും വഴി ശൈഖുനാ താജുൽ ഉലമ നേടിയ ശിഷ്യസമ്പത്ത് ഒരുപക്ഷെ കേരള ഉലമാക്കളിൽ മറ്റൊരാളും നേടാനാവാത്തത്ര വിപുലമായതാണ്. ശൈഖുനാ താജുൽ ഉലമയുടെ ശിഷ്യന്മാരിൽ നല്ലൊരു ശതമാനം പേരും ശൈഖുനാക്ക് മുൻപ് തന്നെ വഫാത്തായവരാണ്. കാരണം അവരിൽ ചിലർ ശൈഖുനയേക്കാൾ പ്രായമുള്ളവരും ശൈഖുനാക്ക് മുൻപേ തന്നെ മുദല്ലിസുമാരായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. മശ്ഹൂറായ വലിയും തിരൂരിനടുത്ത് വളവന്നൂരിൽ വളരെക്കാലം ദർസു നടത്തിയ വന്യ വയോധിക പണ്ഡിതനുമായിരുന്ന ഫരീദുദ്ദീൻ കുട്ടി എന്ന ഫരീഖുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ നമ്മുടെ ശംസുൽ ഉലമ നാദാപുരത്ത് ഊറുടെ ആധികാരിക ഗുരുവാകുന്ന തറക്കണ്ടിയിലെ ഊറുടെ സഹപാഠിയായി തട്ടാങ്കല കുട്ടിയാമു മുസ്ലിയാർ നവ്വറല്ലാഹു മർകദഹുമാ അവരുടെ കീഴിൽ ദീർഘകാലം ഓതിപ്പടിച്ച തികഞ്ഞൊരു ആലിമാണ്. വളവന്നൂരിലെ മുദല്ലിസ് എന്ന് പ്രസിദ്ധനായ ഫരീഖുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ. അതുപോലെ തന്നെ മറ്റൊരു മഹാൻ, പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നവരെന്ന ഖ്യാതി നേടിയ പ്രസിദ്ധ വലിയ തിരൂർ നടുവിലങ്ങാടി സ്വദേശി മർഹൂം പോക്കുരുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ. ഈ 2 മഹാപണ്ഡിതന്മാരും ശൈഖുനയേക്കാൾ 40-ൽ പരം വയസ്സ് കൂടുതലുള്ളവരും ശൈഖുനയേക്കാൾ വളരെ മുമ്പ് തന്നെ മുദല്ലിസായിട്ടുള്ളവരുമാണ്.
പ്രസിദ്ധരായ 2 വമ്പൻ മുദല്ലിസുമാർ അവരുടെ ദർസ് കഴിഞ്ഞ് ഒഴിവ് കിട്ടുന്ന സമയം ഷെയ്ഖുന താജുൽ ഉലമയുടെ തലക്കടത്തൂരിലെ ദർസിൽ വന്നുകൊണ്ട് അവർ പഠിക്കുമായിരുന്നു. ഷെയ്ഖുന താജുൽ ഉലമയുടെ തലക്കടത്തൂരിലെ ദർസിൽ വന്ന് ജംഉൽ ജവാമിഉം ബുഖാരിയും അവർ പൂർണ്ണമായി ഓതുകയും മറ്റ് ഹദീസിന്റെ കിതാബുകൾ തബറുക്കിനു വേണ്ടി ഓതി മുതാലഅത്തിന് ഇജാസത്ത് വാങ്ങുകയും ചെയ്തവരാണ്. 2 വമ്പൻ മുദല്ലിസുമാർ, ഷെയ്ഖുനേക്കാൾ 40-ൽ പരം വയസ്സുകൾ കൂടുതലുള്ളവർ, ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ. അവരുടെ ദർസിനിടയിൽ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഷെയ്ഖുനയുടെ ദർസിൽ വന്നുകൊണ്ട് 4 കൊല്ലക്കാലം ജംഉൽ ജവാമിഉം ബുഖാരിയും തീർത്തു മോദിയ മഹാന്മാർ ഷെയ്ഖുന താജുൽ ഉലമയുടെ ശിഷ്യത്വം സ്വീകരിച്ചത് ഷെയ്ഖുനയുടെ അറിവിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കിയും അധ്യാപനത്തിന്റെയും പകർന്നു നൽകലിന്റെയും മിടുക്കും ലാളിത്യവും ബോധ്യപ്പെട്ടും അവിടുത്തെ ശിഷ്യത്വം നേടിയവരാണ്. പ്രസിദ്ധ വലിയുകളായ ഈ 2 മഹാപണ്ഡിതന്മാര് ശിഷ്യന്മാരായി കിട്ടിയ ഷെയ്ഖുനയുടെ മികവെത്രയാണ്, ഷെയ്ഖുനയുടെ പവർ എത്രയാണ് നാം മനസ്സിലാക്കുക പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ അഹ്ദലി സാദാത്ത് കുടുംബത്തിൽപ്പെട്ട സയ്യിദും അഗ്രേസരനായ ആലിമും ഖാദിയുമായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ പൂക്കോയ തങ്ങൾ, ഖാദിയാരുപ്പാപ്പ എന്നു മാത്രം ആദരപൂർവ്വം വിളിക്കപ്പെട്ടിരുന്ന ബഹുവന്യരായ തങ്ങൾ ഷെയ്ഖുനയേക്കാൾ വളരെ പ്രായം കൂടുതലുള്ളവരാണ്. 1934 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ അതിൽ 13-ാം നമ്പറുകാരനായ മുശാവറ അംഗമാണ് ബഹുവന്യരായ തങ്ങൾ. ഷെയ്ഖുന താജുൽ ഉലമ മമ്പാട്ട് മുദല്ലിസായപ്പോൾ സയ്യിദ് അബ്ദുറഹ്മാൻ പൂക്കോയ തങ്ങൾ തന്റെ പുത്രൻ KPK തങ്ങളോടും മറ്റുമൊപ്പം യഹ്യാ ഉലൂമുദ്ദീൻ ഓതിക്കൊണ്ടാണ് ഷെയ്ഖുനയിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ചത്. അതുപോലെ തന്നെ 1948 മുതൽ 1967 വരെ ഏതാണ്ട് 2 ദശകക്കാലം വെല്ലൂർ ബാഖിയാത്തുൽ മുദല്ലിസും ഇടക്കാലത്ത് പ്രിൻസിപ്പളുമായിരുന്ന പണ്ഡിതനാണ് തമിഴ്നാട് സ്വദേശിയായ ഉത്തമപാളയം അബൂബക്കർ ഹദറത്ത് നവ്വറല്ലാഹു മർക്കദ. അദ്ദേഹം പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ കുറച്ചുകാലം പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഷെയ്ഖുന താജുൽ ഉലമ വെല്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഉസ്താദ് അബ്ദുറഹ്മാൻ ഹദറത്തിന്റെ നിർദ്ദേശപ്രകാരം ബഹു ഉത്തമപാളയം അബൂബക്കർ ഹദറത്ത് നവ്വറല്ലാഹു മർക്കദ ഷെയ്ഖുനയിൽ നിന്നും ഫത്ഹുൽ മുഈൻ ഓതിക്കൊണ്ടാണ് ശിഷ്യത്വം സ്വീകരിച്ചത്. അതുപോലെ തന്നെ വെല്ലൂർ ബാഖിയാത്തുൽ മുദല്ലിസായിരുന്ന ആലുവ സ്വദേശിയായ പണ്ഡിതനാണ് മുസ്തഫ ആലിം സാഹിബ്. ജംഇയ്യത്തുൽ ഉലമാഎ ഹിന്ദിന്റെ കേരള ഘടകം പ്രസിഡന്റും പ്രസിദ്ധ വാഗ്മിയുമായിരുന്ന മുഹമ്മദ് നൂഹ് മൗലാനയുടെ പിതൃവനായിരുന്ന ഇദ്ദേഹം വെല്ലൂരിൽ വെച്ച് ജംഉൽ ജവാമിഅ ഓതിക്കൊണ്ടാണ് ഷെയ്ഖുനയിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ചത്. ഇങ്ങനെ കേരളത്തിനകത്തും പുറത്തുമായി ഷെയ്ഖുന താജുൽ ഉലമയുടെ ശിഷ്യത്വം സ്വീകരിച്ച ശിഷ്യന്മാർ നിരവധിയാണ്. പ്രസിദ്ധരിൽ പ്രസിദ്ധരെ മാത്രം നാം എടുത്തു നോക്കുകയാണെങ്കിലും ക്ലിപ്തമാക്കാൻ പറ്റാത്തത്ര വിപുലമാണ് ഷെയ്ഖുനയുടെ ശിഷ്യപരമ്പര. നാം കേരളീയർക്ക് സുപരിചിതരായ ഒരു മഹാപണ്ഡിതനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഷെയ്ഖുനയുടെ ശിഷ്യപരമ്പര വിവരിക്കുന്നത് ഞാൻ തൽക്കാലം ചുരുക്കുകയാണ്. പ്രശസ്ത ദർസുകൊണ്ടും ശിഷ്യസമ്പത്തുകൊണ്ടും അല്ലാഹു ആദരിക്കുകയും ഉസ്താദുൽ അസാതീദ് എന്ന് വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ അഥവാ OK ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശിയും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നും അറിയപ്പെടുന്ന ബഹുവന്യരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ ഇരു സമസ്തയിലും അറിയപ്പെട്ടിരുന്ന നേതാക്കളെല്ലാം ബഹുവന്യരായ OK ഉസ്താദ് അവരുടെ ശിഷ്യന്മാരാണ്. തലക്കടത്തൂരും വണ്ടൂരുമായി ദീർഘകാലം ഷെയ്ഖുനായിൽ നിന്നും പ്രധാനപ്പെട്ട എല്ലാ കിതാബുകളും ഓതി പഠിച്ചവരാണ് ബഹുവന്യരായ OK ഉസ്താദ് അവർകൾ. OK ഉസ്താദ് അവരുടെ പ്രധാന ഗുരു ഷെയ്ഖുന താജുൽ ഉലമ തന്നെയാണ്. ഇവരിൽ ആരുടെയെങ്കിലും ശിഷ്യ പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നു കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെല്ലാം. അവരുടെ എല്ലാം ഗുരുവായിരുന്നു ഷെയ്ഖുന താജുൽ ഉലമ എന്ന് പറയുമ്പോൾ
21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഏതു വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരും ഷെയ്ഖുനായുടെ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആണ്, അല്ലാതെ വരാൻ തരമില്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവവും അസാധാരണവുമായ ശുദ്ധി കൊണ്ടും സവിശേഷ ഗുണങ്ങളെ കൊണ്ടും അല്ലാഹു തെരഞ്ഞെടുത്തു നിയോഗിച്ച ഷെയ്ഖുനാ താജുൽ ഉലമ അവിടുത്തെ 8 ദശാബ്ദക്കാലത്തെ ജീവിതം കൊണ്ട് ഇവിടെ നിർവഹിച്ച ദൗത്യങ്ങൾ സംഭവ ബഹുലമായതാണ്, മറ്റൊരാൾക്കും അവകാശപ്പെടാൻ വകയില്ലാത്തതാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർരേഖയാകുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സംരക്ഷണത്തിനും സ്ഥാപനത്തിനും വേണ്ടി നിലകൊണ്ടവരാണ് ഷെയ്ഖുനാ താജുൽ ഉലമ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ പോറലേൽപ്പിക്കാതെ മങ്ങലേൽപ്പിക്കാതെ ജ്വലിപ്പിച്ചു നിർത്തിയവരാണ് ഷെയ്ഖുനാ താജുൽ ഉലമ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പടനായകനായി പടനയിക്കുകയും ചെയ്ത ഷെയ്ഖുനാ താജുൽ ഉലമ റളിയല്ലാഹു തആല അൻഹു ഇവിടെ നിർവഹിച്ച ദൗത്യം അസാധാരണമാണ്, ഒരാൾക്കും അതുപോലെ അവകാശപ്പെടാൻ സാധിക്കാത്തതാണ്. ഷെയ്ഖുനാ താജുൽ ഉലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതിലൂടെ ഇവിടെ നിർവഹിക്കപ്പെട്ടതായ ദൗത്യം ഏതാനും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 1922 ശേഷം സമൂഹമധ്യത്തിൽ അനൈക്യമുണ്ടാക്കുവാൻ ഐക്യസംഘം എന്ന പേരിൽ രംഗത്ത് വന്ന വഹാബികളുടെ കുതന്ത്രങ്ങൾക്കെതിരിലും അവരുടെ നേതാക്കന്മാരുടെ ഗ്രന്ഥങ്ങൾക്കും കുറിപ്പുകൾക്കും എതിരിലും ഏറെ പേന ചലിപ്പിച്ചത് ഷെയ്ഖുനാ താജുൽ ഉലമയാണ്. 1930-കളിൽ ദർസി രംഗത്ത് ഷെയ്ഖുന വന്നത് മുതൽ വഹാബിസത്തെ പ്രതിരോധിക്കുന്നതിൽ മറ്റേതു പണ്ഡിതന്മാരെക്കാളും ഷെയ്ഖുനാ താജുൽ ഉലമ മുൻപന്തിയിലുണ്ടായിരുന്നു. 1935-ൽ ഇസ്ലാമിക ലിറ്ററേച്ചർ സൊസൈറ്റി സ്ഥാപിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ഇസ്ലാമിക വിജ്ഞാനം നൽകുകയെന്ന വ്യാജേന ഖുർആൻ പരിഭാഷ ഇറക്കാൻ KM മൗലവി, PK മൂസ മൗലവി തുടങ്ങിയ വഹാബികൾ തീരുമാനിക്കുകയും അതിന്റെ ആദ്യ വാള്യങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. ഈ ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിനെതിരെ സ്വന്തം ചെലവിൽ ലഘുലേഖകൾ അടിച്ചും മറ്റും പ്രതികരിക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയെ കൊണ്ട് ഇതിനെതിരെ തീരുമാനമെടുപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തത് ഷെയ്ഖുനാ താജുൽ ഉലമയാണ്. അതുപോലെ തന്നെ 1940-കളിൽ അൽ വിലായത്ത് വൽ കറാമ എന്ന KM മൗലവിയുടെ ഗ്രന്ഥം പുറത്തിറങ്ങിയപ്പോ ഔലിയാക്കന്മാരെയും അവരുടെ അസാധാരണ സിദ്ധികളെയും വികലമായി ചിത്രീകരിച്ചുകൊണ്ട് വഹാബിയുടെ ഗ്രന്ഥമിറങ്ങിയപ്പോ ഈ വിഷയത്തിലെ അഹ്ലുസുന്നയുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ടും വഹാബി വാദത്തെ നഖശികാന്തം ഖണ്ഡിച്ചുകൊണ്ടും അൽ മുഅ്ജിസത്തു വൽ കറാമ എന്ന ഒരു അറബി മലയാള ഗ്രന്ഥം ഷെയ്ഖുന രചിച്ചു പ്രസിദ്ധീകരിച്ചു. ഇതേ കാലയളവിൽ തന്നെ വഹാബികൾ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നെഞ്ചത്ത് കൈവയ്ക്കണമെന്ന വാദം രംഗത്തിറക്കി. ഈ വിഷയത്തിൽ സുന്നികളായ ശാഫിഈ മദ്ഹബുകാരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അന്നത്തെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ടി കുഞ്ഞായി മുസ്ലിയാർ തക്ബീറത്തുൽ ഇഹ്റാമിനു ശേഷമുള്ള 2 കൈകളുടെ ഷട്ടം എന്നൊരു കൃതി പുറത്തിറക്കി. ബഹുഭാഷാ പണ്ഡിതനും മുദല്ലിസും ഖാദിയുമായിരുന്ന കുഞ്ഞായിൻ മുസ്ലിയാരുടെ പ്രസ്തുത ഗ്രന്ഥത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് വഹാബികളുടെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി MCC അബ്ദുറഹ്മാൻ മൗലവി നെഞ്ചത്തു കൈവയ്ക്കണം അഥവാ ഷട്ടത്തിനൊരു ചൊട്ട് എന്നൊരു ഗ്രന്ഥം പുറത്തിറക്കി. വഹാബി വാദത്തെ ഗണ്ണിക്കുവാനും അഹ്ലുസുന്നത്തിന്റെ നിലപാട് പൊതുജനങ്ങളെ ബോധീകരിക്കുവാനും വേണ്ടി ബഹുഭാഷാ പണ്ഡിതനായ ടി കുഞ്ഞായിൻ മുസ്ലിയാർ രചിച്ച തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷമുള്ള 2 കൈകളുടെ ഷട്ടം എന്ന ഗ്രന്ഥത്തെ പ്രതിരോധിച്ചുകൊണ്ട് MCC അബ്ദുറഹ്മാൻ മൗലവി നെഞ്ചത്ത് കൈവയ്ക്കണം അഥവാ ഷട്ടത്തിനൊരു ചൊട്ട് എന്ന കൃതി രചിച്ചപ്പോ MCC മൗലവിയുടെ കൃതിയെയും വഹാബി വാദത്തെയും നഖശികാന്തം എതിർത്തുകൊണ്ടും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തുള്ള നിലപാട് വിശദീകരിച്ചുകൊണ്ടും ഷെയ്ഖുനാ താജുൽ ഉലമ ഒരു കൃതി രചിച്ചു. ദഫ്ഉ ശബഹി വൻ നദരി ഫീ വദഇൽ യദി തഹ്ത സ്വദർ അഥവാ ചൊട്ടിനൊരു തട്ട്. ഷെയ്ഖുനാ താജുൽ ഉലമയുടെ
ആ കൃതിയോടുകൂടി ഈ വിഷയത്തിലെ വഹാബികളുടെ വസ്വാസ് ജനങ്ങൾക്കിടയിൽ ഇല്ലാതായി. അതുപോലെ തന്നെ 1970-കളിൽ കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കപ്പെട്ടു. ഈ നിയമം വഴി ദീനീ സ്ഥാപനങ്ങൾക്കുള്ള അല്ലാഹുവിന്റെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടാൻ ഇടവന്നപ്പോ ശൈഖുന താജുൽ ഉലമയിലെ സമരവീര്യമുണർന്നു. 1400 കൊല്ലം മുമ്പ് ഇസ്ലാം പഠിപ്പിച്ചതാണെന്നും ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയതാണെന്നും മറ്റും കുറിച്ചുകൊണ്ട് സമസ്തയുടെ ജിഹ്വ എന്നറിയപ്പെടുന്ന സുന്നി ടൈംസിൽ പ്രശംസിച്ചുകൊണ്ട് ലേഖനം വന്നപ്പോ ശൈഖുന ശക്തമായി രോഷാകുലരായി. കേരള വഖഫ് രക്ഷാ സംഘം എന്ന പേരിൽ വന്ന സംഘടനയെ ശൈഖുന താജുൽ ഉലമ പിന്തുണച്ചു. ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ മന്ത്രിസഭയിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ ശൈഖുന ശക്തമായി അപലപിച്ചു. വഖഫ് സ്വത്തിന്റെ സംരക്ഷണാർത്ഥം നടു റോഡിലൂടെ പണ്ഡിതന്മാരെ നിരത്തി പ്രകടനം നടത്തിയെന്നു മാത്രമല്ല, ചില രാഷ്ട്രീയ നീക്കങ്ങൾ പോലും ശൈഖുന താജുൽ ഉലമ നടത്തി. ഒരുപക്ഷെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ മുഖപത്രമാകുന്ന നുസ്റത്തുൽ അനാമിന്റെ ഉയർച്ചയിലും വളർച്ചയിലും ഇതും വലിയ വിഘാതം സൃഷ്ടിച്ചിരിക്കാം. കാരണം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള പാർട്ടികളും സമസ്തയുമെല്ലാം അനുകൂലിക്കുന്ന നിയമമായതുകൊണ്ട് തന്നെ വളരെ ശക്തമായ എതിർപ്പാണ് ശൈഖുന നേരിടേണ്ടി വന്നത്. പക്ഷേ ശൈഖുനയിലെ ഇസ്ലാമിക രക്തം തുടിക്കുകയും പരലോക ചിന്ത ജ്വലിക്കുകയും ചെയ്തപ്പോ പ്രത്യാഘാതങ്ങൾ ഓർക്കാതെ റബ്ബിന്റെ കോടതിയിൽ ഉദ്ർ പറയുവാൻ പ്രതികരണ ശേഷിയുള്ള ആ നവോത്ഥാന നായകൻ ഒറ്റയ്ക്ക് മുന്നോട്ട് വന്നു പൊരുതി. ദീനീ സംഘടനകളൊന്നും തന്നെ ഈ വിഷയത്തിൽ ശൈഖുനായെ പിന്തുണച്ചില്ല. സുന്നികളുടെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട് എന്ന് വീമ്പു പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഭൂപരിഷ്കരണ നിയമത്തിനെ എതിർത്തില്ലെന്നു മാത്രമല്ല, അതിനെ അനുകൂലിക്കുകയും പ്രശംസിക്കുകയുമാണ് ചെയ്തത്. ഒരു ദീനീ സംഘടനകളും ശൈഖുന താജുൽ ഉലമയെ ഈ വിഷയത്തിൽ പിന്തുണച്ചില്ല. ശൈഖുനയുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ ദീനീ സംഘടനകളുടെയും വാൽ രാഷ്ട്രീയക്കാരന്റെ അമ്മിക്ക് ചുവട്ടിലായിരുന്നു. അതുപോലെ തന്നെ 1970-കളുടെ അവസാനത്തിൽ ശരീഅത്ത് നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഖുർആൻ പ്രവാചകന്റെ വാചകങ്ങളാണെന്നും പ്രവാചകന്റെ പ്രൈവറ്റ് സെക്രട്ടറി സെയ്ദ് ബിൻ സാബിത്ത് തയ്യാറാക്കിയതാണതെന്നും മറ്റും ആരോപിച്ചുകൊണ്ടും പല ഇസ്ലാം വിരുദ്ധ ലേഖനങ്ങളും മുഖപ്രസംഗങ്ങളും MES എന്ന വിദ്യാഭ്യാസ സംഘടനയുടെ മുഖപത്രമായ MES ജേണലിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ മുസ്ലിം സാംസ്കാരിക രംഗങ്ങളിൽ അത് വലിയ വിവാദം സൃഷ്ടിച്ചു. എത്രത്തോളമെന്ന് വെച്ചാൽ MESഉം മുസ്ലിം ലീഗും തമ്മിൽ ബന്ധം വിച്ഛേദിക്കുന്നിടം വരെ അത് ചെന്നെത്തി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ചുകൊണ്ടും MESന്റെ ഇസ്ലാം വിരുദ്ധ നീക്കങ്ങൾ എന്ന കക്ഷികാന്തം എതിർത്തുകൊണ്ടും ശൈഖുന താജുൽ ഉലമ സധൈര്യം മുന്നോട്ട് വന്നു. നുസ്റത്തുൽ അനാമിന്റെ നിരവധി ലക്കങ്ങൾ ഇതിനായി ശൈഖുന താജുൽ ഉലമ ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ഇതേ കാലയളവിൽ തന്നെ പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിലെ ഏറനാടിന്റെ ഭാഗങ്ങളിൽ കുരിശു പരത്തുവാനുള്ള ഒരു ശ്രമമുണ്ടായി. മർക്കസുൽ ബിഷാറ എന്ന മുസ്ലിം നാമത്തിൽ മഞ്ചേരി കേന്ദ്രമായി ഒരു പുതിയ ക്രിസ്ത്യൻ മിഷണറി സംഘം ഇതിനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഫാദർ അലവിയുടെ നേതൃത്വത്തിൽ മുസ്ലിം പേരുള്ള കുറെ പാതിരിമാർ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിംകളെ ക്രിസ്ത്യാനികളാക്കാൻ ക്രിസ്തുമത പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നു. ഇതിനെതിരെ വിശ്വാസികളെ ബോധീകരിക്കാനും ജാഗരൂകരാക്കുവാനും ശൈഖുനയുടെ നിർദ്ദേശം തേടിക്കൊണ്ട് അന്നത്തെ പൗരപ്രധാനികളും നാട്ടുകാരണവന്മാരും ഖാദിമാരും ശൈഖുന താജുൽ ഉലമയെ സമീപിക്കുകയും ഇതിനെന്താണ് പ്രതിവിധിയെന്ന് ശൈഖുന താജുൽ ഉലമയോട് അന്വേഷിക്കുകയും ചെയ്തപ്പോ ശൈഖുന താജുൽ ഉലമ നിർദ്ദേശിച്ചത് ഇതിനു പരിഹാരം വലിയൊരു സമ്മേളനമുണ്ടാക്കലാണ്. വലിയൊരു യോഗമുണ്ടാക്കുകയും അതിൽ EK അബൂബക്കർ മുസ്ലിയാരെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയും ചെയ്യണമെന്ന് ശൈഖുന താജുൽ ഉലമ ആഗതരോട് നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെ ശൈഖുന താജുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം ബഹുവന്ദ്യനായ EK അബൂബക്കർ മുസ്ലിയാരെ കൊണ്ട് മഞ്ചേരിയിൽ ഒരു ദിവസവും എടക്കരയിൽ 2 ദിവസവും ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള സമ്മേളനവും പ്രഭാഷണവും ഉണ്ടാക്കി.
ഈ പരിപാടികളിലേക്കുള്ള വിശ്വാസികളുടെ ഒഴുക്കും വമ്പിച്ച സാന്നിധ്യവും ഇളക്കവും പാതിരിമാരെയും മർക്കസുൽ ബിഷാറയെയും ഞെട്ടിച്ചുകളഞ്ഞു. തൽക്കാലം അവരടങ്ങി. ശൈഖുന താജുൽ ഉലമ ഉദ്ദേശിച്ച കാര്യം ആ പരിപാടി കൊണ്ട് സാധിച്ചു. പക്ഷേ ഇതുകൊണ്ടായില്ലല്ലോ. ആൾക്കൂട്ടവും ഇളക്കവും കണ്ട ഭയം താൽക്കാലികമാണ്. ആശയപരമായി തന്നെ അവരെ നേരിടേണ്ടതുണ്ട്. അതിന് ഖണ്ഡിത പ്രമാണങ്ങളോ പ്രതിയോഗികൾ സമ്മതിക്കുന്ന തെളിവുകളോ കൊണ്ട് വേണം അത് സമർത്ഥിക്കുവാൻ. വേദക്കാരായ ജൂത ക്രിസ്ത്യാനികളെ അങ്ങനെ വേണം നേരിടാനെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആശയപരമായി ക്രിസ്ത്യാനിസത്തെ നേരിടുകയും അവരുടെ വിദണ്ഡവാദങ്ങൾ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ശൈഖുന താജുൽ ഉലമ ഏറ്റെടുക്കുകയും ആശയപരമായി തന്നെ ക്രിസ്ത്യാനികളെ ശക്തമായി ഖണ്ഡിക്കുന്ന ദൗത്യം ശൈഖുന നിറവേറ്റുകയും ചെയ്തു. 1979 ഓഗസ്റ്റ് ലക്കം മുതൽ 1980 സെപ്റ്റംബർ ലക്കം വരെയുള്ള നുസ്രത്തുൽ അനാമിലൂടെ ക്രിസ്ത്യാനിറ്റിയുടെ അബദ്ധങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ശൈഖുന താജുൽ ഉലമ വിശ്വാസികളെ വിഷയം ധരിപ്പിക്കുകയും ജാഗരൂകരാക്കുകയും ചെയ്തു. ശൈഖുനയുടെ ഈ ഇടപെടലോടുകൂടെയാണ് യഥാർത്ഥത്തിൽ മർക്കസുൽ ബിഷാറയുടെ ലഘുലേഖകളും ഗ്രന്ഥങ്ങളും ഇറക്കിയുള്ള ക്രിസ്തുമത പ്രചാരണം അവസാനിച്ചത്. ഇങ്ങനെ ശൈഖുന താജുൽ ഉലമയുടെ 8 ദശാബ്ദക്കാലത്തെ ജീവിതം നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണ് എങ്കിൽ സംഭവ ബഹുലമായ ദൗത്യമാണ് ശൈഖുന താജുൽ ഉലമയുടെ നിയോഗത്തിലൂടെ ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ക്രിസ്ത്യാനിസത്തിന്റെയും കാദിയാനിസത്തിന്റെയും കുഫർ ചിന്തകളെയും മോഡേണിസത്തിന്റെ അത്യാധുനിക അനിസ്ലാമിക വാദങ്ങളെയും വഹാബിസത്തിന്റെയും മൗദൂദിസത്തിന്റെയും പുത്തൻ ചിന്തകളെയും അപ്പപ്പോൾ തുറന്നു കാട്ടിക്കൊണ്ട് സത്യവിശ്വാസികൾക്ക് പൊതുവെയും പണ്ഡിതന്മാർക്ക് വിശേഷിച്ചും ആവശ്യമായ അറിവുകളും ബോധനങ്ങളും നൽകുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് ശൈഖുന താജുൽ ഉലമയായിരുന്നു. എല്ലാ പിഴച്ചവാദികളുടെയും കുതന്ത്രങ്ങളും അവരുടെ നവവാദങ്ങൾക്ക് പിന്നിലുള്ള സൂത്രങ്ങളും വിശദീകരിച്ചുകൊണ്ട് സുന്നി പ്രബോധകർക്ക് ദിശ കാണിക്കുകയായിരുന്നു ദിഷണാശാലിയായിരുന്ന ശൈഖുന താജുൽ ഉലമ. പുത്തൻവാദികളുടെയും അസത്യവാദികളുടെയും പഴയതും പുതിയതുമായ പ്രസിദ്ധീകരണങ്ങൾക്കെതിരെ 6 പതിറ്റാണ്ടുകാലം തൂലിക പടവാളാക്കിയ ശൈഖുന താജുൽ ഉലമ നടത്തിയ നവോത്ഥാന പോരാട്ടം സമകാലികരും പിന്നീട് വന്നവരുമായ ഇസ്ലാമിക പ്രബോധകർക്ക് നൽകിയ വിജ്ഞാന വെളിച്ചം ഇന്നും പ്രശോഭിക്കുകയാണ്. ചുരുക്കത്തിൽ 5 ശതാബ്ദങ്ങളായി പൊന്നാനിയിൽ നിന്നും പ്രസരിച്ച നവോത്ഥാന വെളിച്ചത്തിന്റെ ഹിജ്റ 14-ാം നൂറ്റാണ്ടിലെ പ്രതിനിധി ആരാണെന്ന് ചോദിച്ചാൽ കാര്യവിവരമുള്ളവരും നിഷ്പക്ഷരുമായ പണ്ഡിതന്മാർ നിസ്സംശയം പറയും അത് ശൈഖുന താജുൽ ഉലമയാണ് എന്ന്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം അബൂദാവൂദും ഹാക്കിമും നിവേദനം ചെയ്യുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി 100 സന. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ 100 വർഷത്തിന്റെ അഥവാ ഓരോ നൂറ്റാണ്ടിന്റെ തലക്കലം നിയോഗിച്ചയക്കും ഈ സമുദായത്തിനു വേണ്ടി. മയ്യുജദ്ദിദു ലഹാ ദീനഹാ, സത്യദീനിനെ സമുദായത്തിന് സമുദ്ധരിച്ചു കൊടുക്കുന്ന ഒരു നായകനെ, ഒരു മുജദ്ദിദിനെ, ഒരു നവോത്ഥാന നായകനെ അല്ലാഹു തആല നിയോഗിച്ചയക്കുമെന്ന് അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ തിരുവചനത്തിന്റെ പുലർച്ച ഹിജ്റ 14-ാം നൂറ്റാണ്ടിൽ ശൈഖുന താജുൽ ഉലമയിലൂടെയായിരുന്നു. അഥവാ ഹിജ്റ 14-ാം നൂറ്റാണ്ടിലെ കേരളീയ ഇസ്ലാമിക രംഗത്തെ നവോത്ഥാന നായകർ ശൈഖുന താജുൽ ഉലമയായിരുന്നുവെന്ന് കാര്യവിവരമുള്ളവരും നിഷ്പക്ഷരുമായ പണ്ഡിതന്മാർ നിസ്സംശയം പറയുന്ന യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുന താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമുകളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ശൈഖുന താജുൽ ഉലമയോടൊപ്പം അവിടുത്തെ മശായിഖുമാരോടൊപ്പം അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലായി സ്വർഗത്തിൽ കഴിയുവാൻ നമുക്കൊക്കെയും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.